ഓവൻ ഇല്ലാതെ വെറും 6 മുട്ട വെച്ചിട്ട് നമുക്ക് 1 കിലോ വെയിറ്റ് വരുന്ന ഒരു ടോൾ കേക്കും അതേപോലെ തന്നെ 6 കപ്പ് കേക്ക്സും ചെയ്തെടുത്താലോ. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ എങ്ങനെയാണ് ഈസി ആയിട്ട് വെറും 6 മുട്ട വെച്ചിട്ട് ഓവൻ ഇല്ലാതെ ഈ കേക്ക്സ് എല്ലാം ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് അരിച്ചിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അത് ഞാൻ വീഡിയോ ക്ലിപ്പ് മിസ്സായി പോയി. ആ ഒരു ബാക്കിയുള്ള 1/2 കപ്പും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കുന്നത് ഈ സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ശേഷം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 6 മുട്ട ചേർത്ത് കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള 6 മുട്ട വേണം ചേർക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുടനെ ഒരിക്കലും മുട്ട യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു ബൗളിലോട്ട് 6 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുട്ട ബീറ്റ് ചെയ്യുമ്പം അത്യാവശ്യം വലിയ ബൗളിന് എടുക്കുക, കാരണം ഇത് ഡബിളായിട്ട് വരും. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ ബൗളൊന്നും എടുക്കാതിരിക്കുക. ഈ 6 മുട്ടയിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയും വാനില എസൻസും ഒന്നങ്ങ് മിക്സായി വന്നാൽ മതി. ഏകദേശം ഒരു 3-4 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടിച്ച് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ ഒരു 6 മുട്ട ഈ ഒരു ബീറ്റർ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊങ്ങി വരാനായിട്ട്. 1.5 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കുന്നത് എങ്കിൽ 1.25 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുക. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ അത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ശരി, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദേ നമ്മുടെ മുട്ടയും പഞ്ചസാരയും എല്ലാതും നല്ലതുപോലെ മിക്സായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അത് കുറേശ്ശെ ചേർത്തിട്ട് ലോ സ്പീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്റർ, ഈ ഒരു പൊങ്ങി വന്നിട്ടുള്ള മുട്ടേൻ്റെ മിക്സ് അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ 2-3 തവണയായിട്ട് നമ്മുടെ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർക്കണം. ഞാനിപ്പോൾ ഒരു 2-3 തവണയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ബീറ്റർ വെച്ചിട്ട്, ബീറ്റർ ഓൺ ചെയ്തിട്ടില്ല, ഓൺ ചെയ്യാതെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്നങ്ങ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1/4 കപ്പ് മുഴുവനായിട്ട് ചേർക്കരുത്, 2-3 തവണയായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേ ഞാൻ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഞാൻ ഏകദേശം 3-4 തവണയായിട്ടാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ബീറ്റർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതും അധികം ഇല്ല, ഒരു 15 സെക്കൻഡ് എങ്ങാനും ഞാൻ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നത്. സ്ലോലിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബീറ്റർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനമായിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നങ്ങ് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ 1 kg വെയിറ്റ് വരുന്ന ടോളായിട്ടുള്ള കേക്കല്ല ചെയ്യുന്നത്. അപ്പോൾ കേക്കിന് ഹൈറ്റ് കിട്ടാനായിട്ട് 6 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈക്വലായിട്ട് കേക്കിൻ്റെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 5 ലെയർ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടിന്നിലുള്ള ബാറ്റർ 2 ലെയറായിട്ടും ഒരു ടിന്നിലുള്ള ബാറ്റർ 3 ലെയറായിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ബാറ്റർ ഇതേ 6 കപ്പ് കേക്ക്സിൻ്റെ മോൾഡിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അളവെന്ന് പറയുന്നത് കറക്റ്റാണ് കേട്ടോ 6 കപ്പ് കേക്ക്സിനുള്ള. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ പാന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓവനിലാണെങ്കിൽ കപ്പ് കേക്ക്സ് നമുക്ക് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് മതി കപ്പ് കേക്ക്സിൻ്റെ ടൈം. അതുപോലെ തന്നെ നമ്മുടെ കേക്ക് നമുക്ക് 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ആണ് ആ കേക്ക് വരുന്നത് ഓവനിലാണെങ്കിൽ. ഇപ്പോൾ ഇതേപോലെ പാനിലാണെങ്കിൽ ഞാൻ 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു കേക്ക് ബേക്ക് ആവാനായിട്ട് നമുക്ക് 25 മിനിറ്റും ഒരു കേക്ക് ബേക്ക് ആവാനായിട്ട് 30 മിനിറ്റും എടുത്തിട്ടുണ്ട്. അതായത് ഒരു കേക്ക് ടിന്നിൽ ഞാൻ കുറച്ചധികം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, 3 ലെയറായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 25 മിനിറ്റ് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക്സ് എല്ലാം അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ചൂടെല്ലാം മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂട് മുഴുവനായിട്ട് മാറിയിട്ട് മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോരും. അപ്പോൾ ഇതേ
കേക്ക് ഇവിടെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് എൻ്റെ കുറേ കേക്ക് വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വലിയ ഹോൾ വരാനുള്ള കാരണം നമ്മൾ വലിയ സ്ക്യൂർ വെച്ചിട്ടാണ് ഇതങ്ങ് കുത്തി നോക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഹോൾ വരാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ഇതേ ഒരു കേക്ക് 2 ലെയറായിട്ടും മറ്റേ കേക്ക് 3 ലെയറായിട്ടും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 1 kg നമ്മുടെ കേക്ക് ടോൾ കേക്കിനും അതേപോലെ തന്നെ കപ്പ് കേക്ക്സിനായിട്ട് നമുക്ക് ടോട്ടലായിട്ട് 2 കപ്പ് അളവിൽ ക്രീമാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ആദ്യം 1.5 കപ്പ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ 1/2 കപ്പ് പിന്നീടാണ് കേട്ടോ ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 2 കപ്പ് അളവിൽ ക്രീമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ UAE-ലാകുമ്പോൾ യൂസ് ചെയ്തിരുന്നത് മാക്ടോപ്പിൻ്റെ ക്രീമാണ്. നാട്ടിൽ ഫിയോണ, റിച്ച്, വിവോ, ട്രോപ്പലൈറ്റ് അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ശരി, ഞാനിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ക്രീമും ഇവിടെ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ഒരു ചെറുതായിട്ട് ഒരു പിങ്ക് ടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ക്രീമിന്. അപ്പോൾ ഉള്ളിൽ നമ്മൾ ഈ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് തന്നെയാണ് ഐസിങ് ചെയ്യുന്നത്. പിന്നെ പുറമേ ഉള്ള ലുക്കാണ് പിങ്ക് കളർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത് 1 കപ്പ് അളവിൽ പാലും 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ നമ്മളൊരു ഇതിൻ്റെ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് സ്പഞ്ചിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ചിലേക്ക് ഒരല്പം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ ക്രീമും 1 കപ്പ് അളവിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് സ്പഞ്ചിലേക്കും കുറച്ചൊന്ന് ആക്കി കൊടുക്കാം. സ്പഞ്ചിലേക്ക് നല്ലൊരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറും നമുക്ക് അങ്ങ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ലെയറും വെച്ചതിന് ശേഷം നമുക്ക് ക്രീം വെച്ചിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് മെയിനായിട്ടുള്ള കോട്ടിങ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ സെറ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ബോക്സിലാക്കിയിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതേപോലെ റൊസറ്റ് ഡിസൈനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പ് കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ബോക്സ് അങ്ങ് അടച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. കപ്പ് കേക്ക്സ് എല്ലാം ഓർഡർ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസി ആവും കേട്ടോ കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുള്ള കേക്ക് പുറത്തേക്ക് എടുത്തതിന് ശേഷം ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് നമുക്ക് ഷാർപ്പ് എഡ്ജ് ആക്കി എടുത്തിട്ടൊന്ന് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഷാർപ്പ് എഡ്ജ് ആക്കി എടുത്തതിന് ശേഷം താഴെ ഗ്രീൻ ഗ്ലിറ്റർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മുടെ കേക്ക് വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡെക്കറേഷൻ എല്ലാം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. നല്ല സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. നല്ല എലഗൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസൈന്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. മേലെ ഗ്രീൻ ഷുഗർ ബോൾസും വൈറ്റ് ഷുഗർ ബോൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഈ ഒരു 6 മുട്ട വെച്ചിട്ട് ഓവൻ ഇല്ലാതെ നമ്മൾ ഈ ഒരു അടിപൊളി കേക്കും കപ്പ് കേക്ക്സും ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസിയല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുള്ളായി അല്ലെങ്കിൽ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. താങ്ക്